പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നത്തെ നിർണായക മത്സരത്തിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. വെറും പരാജയം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒരു നാണംകെട്ട പരാജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഏറ്റുവാങ്ങി. സ്വന്തം കാണികൾക്ക് മുൻപിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നത്. കൂടാതെ മോഹൻ ബഗാന് അവരുടെ ഷീൽഡ് ഉറപ്പിക്കാൻ ഒന്നുകൂടി സാധിച്ചു എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെട്ടതോടുകൂടി ഗോവ ഇപ്പോൾ ISL 11ാം സീസണിലെ പ്ലേ ഓഫിലേക്ക് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുമുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ദയനീയമായ പരാജയം തന്നെ ഇന്ന് ഏറ്റുവാങ്ങി. എന്നാൽ ഇനി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ടോ എന്നതാണ് ആരാധകർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ഇന്ന് ഒരു നാണംകെട്ട തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത്. എന്നാൽ ഇനി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത് 4 മത്സരങ്ങളാണ്. അടുത്ത മത്സരം ഗോവയ്ക്കെതിരെ, അത് കഴിഞ്ഞുള്ള മത്സരം ജംഷഡ്പൂരിനെതിരെ, അത് കഴിഞ്ഞ് മുംബൈ സിറ്റി, അതുപോലെ തന്നെ അവസാന മത്സരം ഹൈദരാബാദിനെതിരെ. എന്നാൽ ഈ 4 മത്സരത്തിനും വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ 4 മത്സരത്തിൽ വിജയിക്കുകയും അതുപോലെ തന്നെ മറ്റ് ടീമുകളുടെ റിസൾട്ടിനെ നോക്കി ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫിലേക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും. എന്നാൽ ബാക്കിയുള്ള ടീമുകളുടെ റിസൾട്ട് മാത്രം നോക്കിയാൽ പോരാ, ഈ 4 മത്സരങ്ങളും വിജയിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇനി കരുത്തരായ ഗോവയാണ് നേരിടേണ്ടത്. ഗോവയുമായി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട, ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്നും പുറത്തായി. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു സാധ്യതയെങ്കിലും ഉണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും. പൂർണ്ണമായിട്ടും പുറത്തായിട്ടില്ല. എന്നാൽ അടുത്ത മത്സരത്തിൽ 22ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഗോവയോട് പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ സീസണിൽ നിന്നും പുറത്തായി കഴിഞ്ഞു എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും. എന്തായാലും കഴിഞ്ഞ 3 സീസണുകളിലും ഇവാൻ മുക്കുമനോവിച്ചിൻ്റെ കീഴിൽ പ്ലേ ഓഫ് കളിച്ച ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന ഒരു സീസൺ ആകുമോ ഈ സീസൺ എന്ന് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നമുക്ക് കഴിഞ്ഞ ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കുകയും അതുപോലെ തന്നെ മറ്റ് ടീമുകളുടെ റിസൾട്ട് അനുകൂലമായി ബ്ലാസ്റ്റേഴ്സിന് വന്നാൽ ഇനിയും ചെറിയ രീതിയിൽ ഒരു പ്ലേ ഓഫ് സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും പ്ലേ ഓഫിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ എത്താൻ ദൈവം സഹായിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് മാത്രമേ ഇപ്പോൾ വകയുള്ളൂ.